വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നെ പോലെ മടിയന്മാരായ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ കുക്ക് ചെയ്യാൻ. ഞാൻ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിച്ചാണ്. ഇവിടെ വന്ന ശേഷം ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ അതിശയിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് കുക്കിംഗ് ഒഴികെ ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്യും. ക്ലീനിങ്, പാത്രം കഴുകൽ, അടിച്ചു വാരല്, തിരുമ്പല്, അതൊക്കെ ഞാൻ ചെയ്യും. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്ന് വെച്ച് കുക്ക് ചെയ്യാൻ അറിയാതില്ല, ചെയ്യും, അറിയാം ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമേ അല്ല. ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സാധനമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. അമ്മ പറയും തിന്നാൻ മാത്രമേ നമുക്ക് വരാൻ കഴിയുള്ളൂ കിച്ചണിലേക്ക്, തിന്നാനും പാത്രം എടുക്കാനും കഴുകാനും വേണ്ടി മാത്രം. അതിനല്ലാതെ ഞാൻ കിച്ചണിലേക്ക് പോകാറേ ഇല്ലെങ്കിലും അത് ഭയങ്കര ഇതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമല്ല. അതെന്താണെന്നറിയില്ല. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര, അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുന്നല്ലാതെ അതും ഇഷ്ടമല്ലാണ്ടേ പോകുന്നല്ലാതെ ഒരു താല്പര്യത്തിൽ ചെയ്യുന്ന പരിപാടിയല്ല ഈ കിച്ചണിലുള്ള പരിപാടികൾ. പക്ഷെ ഇവിടെ വന്ന ശേഷം വേറെ വഴിയില്ല. സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. എന്നെക്കാട്ടും അബദ്ധമാണ് എൻ്റെ കെട്ടവൻ. എന്ന് വെച്ചാൽ ഓന് ഫുഡിന്റെ ABCD അറിയില്ല. ഒരു പ്രാവശ്യം എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എനിക്ക് ആലോചിക്കാൻ വയ്യാതെ ഞാൻ എങ്ങനെയാ കുടിച്ചത്. അപ്പൊ അത്രയും അവസ്ഥയാണ്. ഒരു കോഴിമുട്ട പൊട്ടി ചോദിക്കാൻ പോലും അറിയില്ല. എൻ്റെ അനിയൻ കുറച്ചുകൂടെ ബെറ്റർ ആട്ടോ. എൻ്റെ അനിയനെ കുറച്ച് ഫുഡൊക്കെ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കാൻ അറിയാൻ ശ്രമിക്കും. പക്ഷെ ഇവനെ ഒട്ടും അറിയില്ല എന്ന് തന്നെ പറയാം. ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടി അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എന്നും എനിക്കറിയില്ല. സാറിന് അടുക്കള കയറാൻ എന്നെ പോലെ തന്നെ മടിയുള്ള ആളാണ്. സോ രണ്ടുപേരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ തിന്നാനുള്ളത് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കണല്ലോ. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി എന്നെ പോലുള്ള മടിയന്മാരുള്ള രീതി എന്ന് വെച്ചാൽ കറി സെപ്പറേറ്റ്, ചോറ് സെപ്പറേറ്റ്, അങ്ങനെയൊന്നും ഇല്ലാതെ ഡയറ്റ് എടുക്കുന്നവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ബാക്കിയുള്ളവർ കഴിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം ടേസ്റ്റ് വൈസ് എനിക്ക് ഓക്കെയാണ്, അവനും ഓക്കെയാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ കടലച്ചോറില് കടലയും, ഇവിടെ ബിരിയാണി റൈസ് ഉണ്ട്, ബസ്മതി റൈസ്, നീളല്ലാതെ ബിരിയാണി റൈസ്, അതും കടല ഞാൻ ഇന്നലെ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ കടല, ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെയാ ഉണ്ടാക്കല് വെച്ചാല് കടല, ചോറ്, അരി, കടലയും അരിയും കൂടെ ഇട്ട് കുക്കറിൽ വേവിക്കും. അതേപോലെ തന്നെ നമ്മളെ ദാൽ റൈസ് എന്ന് പറയും. നോർത്ത് ഇന്ത്യൻസ് അതിനെ കിച്ചടി എന്ന് പറയും. ദാൽ പറയുമ്പോൾ പരിപ്പും ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കും. അപ്പൊ അതാകുമ്പോൾ സെപ്പറേറ്റ് കറി വേണ്ട. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് ആണെങ്കിൽ മനസ്സിലാവും. അതിൽ ഞാൻ ഫോട്ടോ ഇടാറുണ്ട് സ്റ്റോറി ആയിട്ട്. അതിൽ കാണുമ്പോൾ ഇതെന്താണെന്ന് എല്ലാവരും ചോദിക്കും. ഇതെന്താ ബിരിയാണിയാണോ, അല്ലെങ്കിൽ ഇതെന്താ ഇത് മൊത്തത്തിൽ കുഴച്ചെടുക്കുന്ന കഞ്ഞിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ രണ്ടും കൂടെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതിന് പകരം രണ്ടും കൂടെ ഒന്നിലിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. കറി വേണ്ട സെപ്പറേറ്റ് ആയിട്ട്, ചോറ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ട, ദാലായാലും ഇതേപോലത്തെ നല്ല കടലയായാലും പിന്നെ നമ്മുടെ ചെറുപയറായാലും ഒക്കെ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക പ്രോട്ടീൻ കിട്ടുന്ന റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, റൈസും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാറാണ് പതിവ്. അത് ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാന്ന് കരുതി. അപ്പൊ കാണാം, ബായോ. ഈ പ്രോട്ടീൻ ഒന്നും പോരാത്തതിനതാ നമ്മൾ കോഴിമുട്ട പുഴുങ്ങാനും കൂടെ വെച്ചിട്ടുണ്ട്. അത് കോഴിമുട്ട പുഴുങ്ങനെയാണ്. ഇത് എന്നെ പോലെ മടിയന്മാർക്ക് പറ്റിയൊരു സാധനമാണ്. കോഴിമുട്ട വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ ഇതാണെങ്കിൽ ഈസിയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് താനെ ഓഫ് ആയിക്കോളും. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട സാധനമല്ലേ, നമ്മൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്ന് സെറ്റ് ആയിക്കോളും. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ തലേന്ന് കുതിർത്തി വെച്ച, ഞാൻ രാത്രി കുതിർത്തി വെച്ച കടലയാണ്. അത് ഇടുക. കഴുകിയിട്ട് കുതിർത്തി വെച്ചതാണ്. ഞാനിപ്പോ കഴുകിയതാണ്, എല്ലാം കാണിക്കണ്ടല്ലോ കരുതിയിട്ടാണ്. ഇതും അതേപോലെ നമ്മളെ ബസ്മതി റൈസാണ്, മെലിഞ്ഞരി. ഏത് റൈസ് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇതാണുള്ളത്. ഇത് നല്ല വേവ്, പെട്ടെന്ന് വേവും. ഞാൻ ഇതിന് മുന്നേ വാങ്ങിയ അരി തീരെ വേവില്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 12-14 വിസിലടിച്ചാലും കല്ല് പോലെ നിൽക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് അരിയായിരുന്നു. ഇത് 2 വിസിൽ 3 വിസിൽ തന്നെ വേവും, അതുകൊണ്ട് സുഖമാണ്. അങ്ങനെ ഇതിട്ട് നെക്സ്റ്റ് അറിയാലോ, ഉള്ളി, പച്ചമുളക് രണ്ടും ഇടാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുന്ന ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല്, നമുക്ക് ഒരു ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുക. കാരണം എനിക്ക് അവനെയും കുറച്ചിങ്ങനെ ഒരു എന്താ പറയാ വാട്ടറി ഇങ്ങനെ കുറച്ച് വെന്ത പോലെ ഇഷ്ടം. വേവ് താല്പര്യമില്ലാത്തവർക്ക് വെള്ളം അതിനനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കയറ്റി വെക്കും. അപ്പളേ ഉള്ളൂ ഒരു കഴിക്കുമ്പോൾ ഒരു പുഴുക്ക് പോലെ ഉണ്ടാവും. പുഴുക്ക് നമ്മൾ കോഴിക്കോട് പറയും, നിങ്ങൾക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പൊ അത് അങ്ങനെ. ഈ അരി വേവാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ സാധാരണ ഇടല്, സാധാരണ വേവിനെ. അപ്പോൾ കുറച്ചുകൂടെ പൊക്കിയിടാം. കടലയും കൂടെ ഉള്ളതിനോട് കുറച്ചുകൂടെ വെള്ളം എക്സ്ട്രാ വേണ്ടി വരും. അത് തിളച്ച് വരുമ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഏതാ കൺസിസ്റ്റൻസി, ഞങ്ങൾ ഉപയോഗിക്കുന്ന കൺസിസ്റ്റൻസി ഏതാന്നുള്ളത് മതി. അപ്പോൾ പിന്നെ വേണ്ട സാധനം ഉപ്പ് നിങ്ങളെ ആവശ്യാനുസരണം. എനിക്ക് അത്യാവശ്യം ഉപ്പ് വേണം, പക്ഷേ എൻ്റെ ഓനെ ഉപ്പ് പാടില്ല. ഉപ്പ് കൂടി അപ്പം തുടങ്ങും കൊണ പറഞ്ഞുകൊണ്ടിരിക്കും.
ഉപ്പ് കൂടുതലാണ്, ഉപ്പ് നോക്കിയില്ല, ബ്ലാ 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 ബ്ലീ ബ്ലീ ബ്ലൂ ബ്ലാ. ഉപ്പില്ലാണ്ട് എങ്ങനെയാ തിന്നല്? എന്ത് പ്രാന്താണെന്ന് ആൾക്കാരെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഓന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഈ സാധനം എന്ത് ചെയ്യാ കണ്ടോ, ഇത് കൂട്ടിയിട്ട് നമ്മള് ഗ്യാസിലേക്ക് അങ്ങോട്ട് വെക്കുക. അടിയിൽ ഓഫാക്കിയുണ്ടോ? ഇല്ല, എനിക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ അതെന്താക്കി, നമ്മള് അത് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കടലയും കൂടെ വേവാനുള്ളതിനുണ്ട്. അരി മാത്രമാണെങ്കിൽ 2-3 വിസിൽ മതിയായിരുന്നു. പക്ഷെ കടലയും കൂടെ വേവാനുള്ളതിനുണ്ട് ഒരു 6 വിസിൽ 7 വിസിൽ 6 വിസിൽ മതി. അപ്പൊ അത്രയും വിസിൽ കാത്തിരിക്കണം. അപ്പൊ ഈ സമയങ്ങളിൽ ഞാൻ എൻ്റെ ഒഴിവുകൾ, എൻ്റെ അടുത്ത് വേറൊരു ഫോണുണ്ട്, അതിൽ ഞാൻ എന്താക്കും, നമ്മളെ പഴയ സിനിമകളില്ലേ അതെല്ലാം കണ്ടോണ്ടിരിക്കാറാണ് പതിവ്. അപ്പൊ ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നതിനോട് സിനിമ കാണുന്നില്ല. അപ്പൊ ഇത് ചെയ്ത് ഒന്ന് വിസിൽ 6 വന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മസാലക്കൂട്ട്, ഇതിലേക്ക് കുറച്ചുകൂടെ മസാലാസ് ഇടാണ്ട്, അറിയാലോ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എന്തെങ്കിലും ഉള്ളത്. ജിഞ്ചറും സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇട്ടാൽ മതിയായിരുന്നു. എൻ്റെ പേസ്റ്റ് ആയതുകൊണ്ട് ഇതിലിട്ടില്ല ഞാൻ, അതല്ലാണ്ട് തന്നെ ഞാൻ വാട്ടിയിട്ടാണ് എൻ്റെ അകത്ത് ഇടുക. അപ്പൊ അതും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളുടെ കടല കുഴച്ച പരുവത്തിലുള്ള ചോറ് റെഡിയാവും. എന്നെ പോലെ മടിച്ചികൾക്ക് പറ്റിയ ഈസി പരിപാടിയാട്ടോ, ഒന്നുമില്ല. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മസാല ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് തട്ടിക്കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നിൽക്കാൻ എനിക്ക് പേടിയാണ്. കുറച്ച് വെള്ളം കയറ്റി വെച്ചതുകൊണ്ട് തന്നെ വെള്ളം വരുന്നുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ ഒരു 4-5 വിസിലായി. ഇനി ഒന്നുകൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് മാറ്റാം. കുക്കറിലുള്ളതായി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിൽ വേണ്ട സാധനങ്ങൾ മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാണ് വേണ്ടത്. അതുവരെ കുക്കറിലാവുന്ന വെന്തോട്ടെ, ആവി ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഞാനിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യേണ്ട. ഞാൻ വളരെ തുള്ളി വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ. അതിന് ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം എന്നെ കളിയാക്കാറുണ്ട്. ഇവരൊക്കെ വിചാരം എനിക്ക് പിശുക്കായതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത്. എനിക്ക് കടുക് കൂട്ടാൻ മാത്രം വെളിച്ചെണ്ണ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല. അപ്പം പാന് ചൂടായി കഴിഞ്ഞാൽ കടുക് കൂട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാം. പിശുക്കൊണ്ടല്ല, ഡയറ്റ് കൊണ്ടാണ്. കുറേ വെളിച്ചെണ്ണേൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം, കടുക് പൊട്ടിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇത്തിരി ജീരകം ഇടും. എനിക്ക് ജീരകത്തിന്റെ ചോയ ഭയങ്കര ഇഷ്ടമാണ്. അത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ഇട്ടാൽ മതി. അപ്പൊ ചൂടായിട്ടുണ്ട്. ചൂടായതിലേക്ക് കുറച്ച് കടുക് ഇടുക, ആവശ്യത്തിന് കടുക്. തീ കുറച്ച് വെക്കണേ. അറിയാലോ, എന്നെ പോലെ പണി അറിയാത്തവർക്ക് മാത്രം ഞാൻ പറഞ്ഞത്. പണി അറിയുന്നവർ തീയെല്ലാം കുറച്ച് വെക്കുക, ഇല്ലെങ്കിൽ അവസ്ഥ അറിയാലോ. പിന്നെ കുറച്ച് ജീരകം, അതൊന്ന് സെറ്റായി വന്നാൽ പിന്നെ നമ്മളെ പൊടികളെല്ലാം പെട്ടെന്ന് ഇട്ട് കൊടുക്കണേ, ഇല്ലെങ്കിൽ അറിയാലോ കരിഞ്ഞു പോകും. പൊടി കരിയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്, അപ്പോൾ നല്ല ബോറായി പോകും. അപ്പോൾ മല്ലിപ്പൊടി, ഇത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇളക്കി കൊടുത്തോട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യമില്ല, പക്ഷെ കുറച്ചിടാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല, അതാ ടേസ്റ്റിനെ അനുസരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ മസാല കരിഞ്ഞു പോകും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ മറവി രോഗം എനിക്ക് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടാം. അതിൻ്റെ ചോയ ഇഷ്ടമില്ലാത്തവർ ആ സാധനം ഇടണമെന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുക്കറിൽ ഇത് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ ഇട്ടാൽ മതി. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാലേ, ഇവരിതിൽ കേടാവാതിരിക്കാൻ വേണ്ടി വിനാഗിരിയോ അങ്ങനെ എന്ത് സാധനം വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചോയ ഉണ്ടാവും. അത് ഇഷ്ടപ്പെടാത്തവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇത് ഇഞ്ചി വെളുത്തുള്ളി തോല് വെക്കാൻ മടിയുള്ള എന്നെ പോലുള്ളവർക്ക് ഈ സാധനം ഈസി ആയിരിക്കും. തോല് നോക്കി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന പരിപാടി വലിയ താല്പര്യമില്ലാത്തവർക്കേ, അങ്ങനെയുള്ളവർക്ക് നോക്കാം. അപ്പം ഇത് കണ്ടോ,
ഇതാണ് നമ്മുടെ മസാല. ഇതിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം, ഇല്ലെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം, അതേപോലെ ഇട്ടാലും മതി. വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വളരെ കുറച്ച്, ജസ്റ്റ് ഒന്ന് ആ മസാല ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കാരണം നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് ഇനി ഒരുപാട് തിളപ്പിക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവാൻ മാത്രം. നല്ല മണം വരുന്നുണ്ടേ, നല്ല കടലക്കറീൻ്റെ മണം വരുന്നുണ്ട്, കടലില്ലാതെ തന്നെ. അപ്പോൾ ഈ സെറ്റപ്പ് എന്നെ പോലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പണികൾ സെറ്റാക്കാൻ വേണ്ടി നമുക്ക്, അവർക്ക് വേണ്ടി മാത്രമാണേ, വീട്ടിലുള്ള ബാക്കിയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. കാരണം എന്നെ പൊങ്കാലിടരുത്, കാരണം ഇത് എളുപ്പപ്പണിയാണ്, ഭയങ്കര ഈസി പരിപാടികളാണ്. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഓഫീസെല്ലാം കഴിഞ്ഞ് വന്ന് ക്ഷീണമായിട്ട് ഇടിക്കുന്നവർക്ക് കടലുണ്ടെങ്കിലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ദാൽ റൈസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദാൽ റൈസ് നമുക്ക് നേരത്തെ ഇതാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അതും ഇതേപോലെ ഈസിയാണ്. പരിപ്പ് ഇട്ടിട്ട് ഇതേപോലെ ചോറിട്ടിട്ട്, പക്ഷേ ഈ സാധനങ്ങൾ മസാലകളൊന്നും വേണ്ട, ജസ്റ്റ് മഞ്ഞൾ മാത്രമേ അതിന് ആവശ്യമുള്ളൂ. അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാൻ വേണമെങ്കിൽ റെസിപ്പി ആക്കി തരാം, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ആക്കി തരുന്നുണ്ട്. അപ്പം ഇതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്, കുക്കറിൻ്റെ ആവി പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി മസാല നമ്മൾ ഇതിലേക്ക് ഇടണം. മസാല ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ അത് തിളപ്പിക്കണം കേട്ടോ. മസാല ഇതിലേക്ക് ഇട്ട് നല്ലോണം പിന്നെയും തിളപ്പിക്കണം. ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ, എനിക്ക് എല്ലാം കൂടെ ടെൻഷനായി പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോഴേ, എല്ലാം കൂടെ എനിക്ക് ഞാൻ വലിയ പ്രൊഫഷണൽ കുക്ക് പോലത്തെ കളി കളിക്കാം. ഒരു കൊമ്പ് അറിയാണ്ടാണ് ഞാൻ ഈ കളി കളിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കണം. അപ്പോ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചൂട് കൊടുക്കുന്നു ഗൈസ്. ഞാൻ വലിയ സംഭവമാക്കിയതായിരുന്നു, ഒക്കെ എനിക്ക് ഓക്കെ ആവുന്നു. എന്തൊരു ചൂടാ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, ഇതൊന്ന് ഇളക്കട്ടെ, ഇല്ലെങ്കിൽ തടി പിടിക്കും. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഇനി വിസിലൊന്നും വരണ്ട. ഇനി ഇതേപോലെ നമ്മൾ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ആ മൂടി വെച്ച് വിസിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ച് നമ്മൾക്ക് കഴിക്കാൻ നേരത്തെ ഓപ്പൺ ചെയ്താൽ കറക്റ്റ് ഒരു വേവിൽ വരും. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നല്ല സെറ്റായിട്ട് വരും. ഇത് കടലയും ചോറും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈസി പരുവത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വെള്ളം ആഡ് ചെയ്യാം, വെള്ളം കുറുക്കിയെടുക്കാം. ആസ് യൂഷ്വൽ അമ്മമാരാണ്, നിങ്ങൾക്കറിയാം. ഇനി മക്കള് അതുപോലെ നമ്മളെ ഈ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, ഈ റൂമൊക്കെ എടുത്ത് ഷെയറിങ്ങിലൊക്കെ നിൽക്കുന്ന, അവർക്കൊക്കെ പറ്റും. ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ ചെറുപയർ ചെയ്യാം, പരിപ്പ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. കഞ്ഞി പോലെ വേണമെങ്കിൽ കഴിക്കാം, കഞ്ഞീന്റെ പരുവത്തിലാക്കാം, ചോറിന്റെ പരുവത്തിലാക്കാം. പിന്നെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ഒരു പുഴുക്ക് പോലെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് വരാം. എന്റെ ഉടായ്പ കുക്കിംഗ് ആയിട്ട് വരാം കേട്ടോ. സൂപ്പർ കുക്കിംഗ് അല്ല, ഉടായ്പ കുക്കിംഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.